നമുക്കിനി തണുപ്പും പിടിച്ച് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കിയാലോ. ഇതാ ഇനി സവോള അരിഞ്ഞ് വെച്ചു. അതിനകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇതാ കൈ കൊണ്ട് ഞെരടി അങ്ങോട്ട് വെക്കണേ. കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് പിഴിയുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് വേറൊന്നുമില്ല പരിപാടി, എളുപ്പമാണ് ഈ ഉള്ളിവട ഉണ്ടാക്കാനേ. അതിനകത്തോട്ട് 2 സ്പൂൺ കടലമാവ്, 2 സ്പൂൺ മൈദ, പിന്നെ മുളക് പൊടി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ അതിനകത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിടും കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതാ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഒന്നുമില്ല, പാൻ വെക്കുക, എണ്ണ ഒഴിക്കുക. ഇതാ ഒരു ചെറിയ ഉരുള എടുക്കുക, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. എണ്ണയ്ക്കകത്തിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ കൈയാണെന്നോർത്ത് പയ്യെ അങ്ങോട്ട് ഇടുക. എല്ലാം അങ്ങനെ ഒരു ചെറിയ ഷേപ്പിലാക്കുക. ഉള്ളിവടയ്ക്ക് ഷേപ്പൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി അങ്ങോട്ട് ഇടുക. ഇതാ ഞാനൊരു 3-4 ഇട്ടിട്ടുണ്ട്. പിന്നെ തിരിച്ചും മറിച്ചും എടുക്കുക കേട്ടോ. പിന്നെ തീ കുറച്ചിടണേ. ഇതാ അങ്ങനെ നമ്മുടെ ഉള്ളിവട ശരിയായി. ഇതാ അതിൽ നിന്ന് ഞാനൊരു ചെറിയ സ്മോൾ പീസ് എടുത്ത് ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. കൊള്ളാം. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറയുന്നതല്ല, ഇവിടെ വേറെ ആരുമില്ല. ഫ്ലോറിഡയിലുള്ള ഡയന ചേച്ചിക്ക് ഞാൻ സമർപ്പിക്കുന്നു. ചേച്ചി എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ്. ചേച്ചി, ഇത് ചേച്ചിക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ സാധനം. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരണം. ഓക്കെ, അപ്പം ഇത് ചേച്ചിക്ക് വേണ്ടിയാണ്. ഓക്കെ, എന്നാൽ ബായ്.